ഒരു കാലത്ത് ഈജിപ്ത് ദേശത്ത് ഇസ്രായേൽ ജനങ്ങൾ അടിമകളായി കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുത്തു. അവൻ്റെ പേരാണ് മോശെ. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ദൈവം അവനെ സംരക്ഷിച്ചു. വളർന്നപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ മോശെ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. ദൈവം കുട്ടികളെയും വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് മോശയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ആ കഥയിലേക്ക്. ഇസ്രായേൽ മക്കളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചതിനാൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ രാജാവായ ഫറവോൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇതറിഞ്ഞ യോഖേബെദ് എന്ന യുവതി തൻ്റെ പിഞ്ചു കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചതിന് ശേഷം പിന്നീട് അതിന് സാധിക്കാഞ്ഞതിനാൽ ആ കുഞ്ഞിനെ ഞാങ്ങണ കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി അതിൽ കിടത്തി നെഞ്ചു പിടയുന്ന മനോഭാരത്തോടെ നദിക്കരയിലെ ഞാങ്ങണയുടെ ഇടയിൽ വച്ചതിന് ശേഷം ദുഃഖത്തോടെ തിരിച്ചു പോകുന്നു. തൻ്റെ കുഞ്ഞു സഹോദരനെ ഉപേക്ഷിച്ചതിനാൽ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്ന് മിരിയാം എന്ന ബാലിക നോക്കി നിൽക്കുന്നു. ആ സമയത്ത് ഫറവോന്റെ പുത്രിയും തോഴിമാരും നദിയിൽ കുളിക്കുവാനായി ഉല്ലാസത്തോടെ കടന്നു വരുന്നു. ഞാങ്ങണ പെട്ടകം കാണുന്ന രാജകുമാരിയുടെ കൽപ്പന പ്രകാരം തോഴിമാർ പെട്ടകം രാജകുമാരിയെ ഏൽപ്പിക്കുന്നു. വളരെ സുന്ദരനായ കുഞ്ഞിനെ കണ്ട് മതിമറന്നു നിൽക്കുന്ന കുമാരിയുടെ അടുത്തേക്ക് മിരിയാം കടന്നു വരുന്നു. കുഞ്ഞിന് മുലയൂട്ടേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്നുള്ള മിരിയാമിൻ്റെ ചോദ്യത്തിനുത്തരമായി രാജകുമാരി സമ്മതം നൽകുന്നു. വളരെ സന്തോഷത്തോടെ തൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ഓടി വരുന്ന മിരിയാമിൻ്റെ സാമർഥ്യത്തിൽ തൻ്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരികെ കിട്ടിയ യോഖേബേദിൻ്റെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. താങ്ക് യു.